പാടത്തേക്കെല്ലാവരും ഇവിടെ കയറി എല്ലാവരും കയറി കുട്ടികളെ രണ്ട് സൈഡായിരുന്നു അമ്പലത്തിൽ അന്തിയെ തള്ളി മാറ്റി ആദിത്യദേവൻ വരുന്നല്ലോ തെയ്യനം താരോ തെയ്യനം തെയ്യാരോ തെയ്യനം തെയ്യോ തെയ്യനം താരോ തെയ്യനം തെയ്യാരോ കട്ടകൾ തല്ലി മെല്ലെ പാടത്ത് വിത്തും വിതച്ചുപാടി വിയപ്പിന്റെ മുത്തും വിതച്ചുപാടി തെയ്യനം തെയ്യാരോ താരോ തെയ്യനം തെയ്യാരോ തെയ്യനം തെയ്യോ തെയ്യനം താരോ തെയ്യനം തെയ്യാരോ വിത്തായ വിത്തല്ല മുളച്ചേ പൊന്നും കതിർക്കുലകൾ മെല്ലയങ്ങ് കാറ്റിലതാകുമ്പോൾ തെയ്യനം തെയ്യാരോ താരോ തെയ്യനം തെയ്യാരോ തെയ്യനം താരോ തെയ്യനം താരോ തെയ്യനം തെയ്യാരോ പാടത്തിൽ നിന്നുയരും മണ്ണിന്റെ മക്കൾ തൻ ഗാനങ്ങൾ പാടത്തു ചെന്നിടുമ്പോൾ പാട്ടിന്റെ ഈണം മുറുകുന്നു തെയ്യനം തെയ്യാരോ താരോ തെയ്യനം തെയ്യാരോ തെയ്യനം താരോ തെയ്യനം താരോ തെയ്യനം തെയ്യാരോ വീട്ടിനെ ഉള്ളിലാക്കി നെന്മണി വിത്തു മുളച്ചതാണ്ടി കുട്ടിയുമീ കളഞ്ഞാൽ നമ്മുടെ മുട്ടുപേറുക്കാലോ തെയ്യനം തെയ്യാരോ താരോ തെയ്യനം തെയ്യാരോ തെയ്യനം താരോ തെയ്യനം താരോ തെയ്യനം തെയ്യാരോ മുട്ടായ മുട്ടെല്ലാം പെരുത്തി മുട്ടത്തിലെത്തുമ്പോൾ ഉത്തരി തോറുന്ന നമ്മുടെ മുത്തുകൂടങ്ങളൊക്കെ തെയ്യായ തെയ്യാരോ താരോ തെയ്യനം തെയ്യാരോ തെയ്യനം താരോ തെയ്യനം താരോ തെയ്യനം തെയ്യാരോ തെയ്യനം തെയ്യാരോ താരോ തെയ്യനം തെയ്യാരോ തെയ്യനം താരോ തെയ്യനം താരോ തെയ്യനം തെയ്യാരോ. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി നമ്മൾ ഈ ഇവിടെ നടക്കുന്ന കരനെൽ കൃഷി ആരംഭിക്കുകയാണ്. നമ്മുടെ കുട്ടികളെല്ലാം ചെറിയ മക്കളാണ്, അവരെല്ലാവരും നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ പാട്ടൊക്കെ പാടുമ്പോൾ കുട്ടികൾ നോക്കി നിൽക്കുകയാണ്, അവർക്ക് പരിചയമില്ലാത്ത ചില കാര്യങ്ങൾ പറയല്ലേ. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് നന്നായി കൊയ്യാൻ കഴിയുന്ന രീതിയിൽ നല്ല കൃഷി ആവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. ജ്യോതി എന്ന് പറയുന്ന ധാന്യമാണ് നമുക്ക് ഈ നെല്ലാണ് നമ്മളിവിടെ ഇതിനുവേണ്ടി വിത്തായിട്ട് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള അമ്മമാർ, ബന്ധപ്പെട്ട ആളുകൾ എല്ലാം നന്നായി സംരക്ഷിക്കപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ജനപ്രതിനിധികളുണ്ട്, സാംസ്കാരിക രാഷ്ട്രീയ പ്രസ്ഥാനത്തിലാണ് എല്ലാവരും. ഇതിപ്പോൾ
നോക്കും. കൃഷി ഓഫീസറും നല്ല ശ്രദ്ധ ഇക്കാര്യത്തിൽ എടുക്കും. കൃഷി ഓഫീസർ ബന്ധപ്പെട്ട ആളുകളെല്ലാവരും ചെയ്യും. അപ്പോൾ എല്ലാവരുടെയും ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഔപചാരികമായി ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കും. ആണല്ലോ. നിങ്ങളമ്മമാരെ എല്ലാവരും കുറെ ൊട്ടല്ല ഇങ്ങനെ അടുത്ത ലാസ്റ്റ് എണ്ണ കാച്ചാനും മക്കള് നമുക്ക് പങ്കെടുക്കുന്നു പോണ്ട അവിടെ യെസ് ഇവിടെ നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ല. ഇവിടെ ശരി 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 ഓക്കെ. നമുക്ക് നടാല അല്ലേ? പ്രത്യേകിച്ചൊന്നുമില്ല. കറ്റാർവാഴ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ചെയ്യുകയാണ്. പുതിയ കൃഷിയാണ് ശരിക്കും. കൃഷി പോലും നമ്മളിത് കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. ശരി, എല്ലാവരുടെയും സമ്മതത്തോടെ അനുഗ്രഹത്തോടുകൂടി കറ്റാർവാഴ കൃഷി. യെസ്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തേക്കാം. ചെയ്യണ്ടല്ലേ? പിടിക്ക് പിടിക്ക് അഞ്ച് പിടിക്ക്. ഒരു സീനത്തെ പുള്ളി നട്ടോട്ടെ. റസിൻത ഒന്ന് പിടിക്ക്. റസിൻത ഒന്ന് പിടിക്ക്. ഇത് പറഞ്ഞത് അങ്ങനെയൊന്നുമില്ല അല്ലേ?
ശരിക്കും നോക്കിയിട്ടുണ്ട് സാറ് ഒന്ന് കൈ രണ്ടുപേരും നല്ല സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. ഒന്നില്ലെങ്കിൽ അവർ അഡ്ജസ്റ്റ് ചെയ്ത് അടുത്ത ആളെ വിളിച്ച് ഇത് കൊടുത്ത് അങ്ങനെയൊക്കെ ഒരു ഇത് വെക്കണം. ഇപ്പോൾ ഇത് ചായ കുടിക്കാൻ പോകുന്നില്ല. ഇതിനൊരു ചാണകം ബീച്ചിൽ പോവാൻ ചാണകം വെണ്ണീർ ഇടുന്നുണ്ട്, വെണ്ണീറും കൊണ്ടുവന്നുണ്ട്. ഇതൊന്നും മാറ്റിക്കോളൂ. ഇതൊന്നും അത് മറ്റേ കൊപ്പക്കാരിട്ടാ റെഡ് ലൈനില് നീങ്ങ ഫിക്ക നീങ്ങിക്ക ഇക്ക നീങ്ങ പോന്നു അഫി നീങ്ങി അഫി നീങ്ങി മച്ചത് വീഡിയോ പിടിക്കട്ടെ അഫി പ്ലീസ്. അല്ല മാഷ അവിടെ നിന്ന് ഇറങ്ങി. മാഷ ഇവിടെ 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ അപ്പൊ എവിടേക്ക് ഇങ്ങോട്ട് വരാൻ പറയാം. മാഷ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. വരാം. മാഷോട് ഇങ്ങോട്ട് വരാൻ പറയാം. ഓക്കെ. അയ്യോ മോൾക്ക് സുബി സുബി വീട്ടിൽ ചെന്ന് വിതറിട്ടാ പോരാ. പറഞ്ഞു ഉദ്ദേശിച്ചിട്ടുണ്ട്. നമ്മുടെ PTA-യുടെ വലിയൊരു സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഭാഗത്തോടെ കൃഷി ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ വാർഡ് മെമ്പർ റസീന മെമ്പറാണ്. അവർ നല്ല സപ്പോർട്ടും താങ്ങും കരുതും എല്ലാം ഈ കൃഷിക്കായിട്ടുണ്ട്. ഇതുപോലെ കൃഷി ഓഫീസറുടെയും നല്ല നിർദ്ദേശങ്ങളൊക്കെ ഈ കൃഷിക്കായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ കൃഷി പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നതാണ് എൻ്റെ ആഗ്രഹം. കൃഷി എന്ന് വെച്ചാൽ കരനെല്ല് കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് അറിയില്ല എങ്ങനെയാണ് നെല്ലുണ്ടാക്കുന്നത്, നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണം ചോറ് എങ്ങനെയാണ് കഴിക്കുന്നത്, ഏത് ധാന്യത്തിൽ നിന്നാണെന്ന് അറിയാൻ, പക്ഷെ അതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് എന്നതൊന്നും അവർക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ
അപ്പോൾ അവർക്ക് പഠിച്ച് മനസ്സിലാക്കാനും കൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളിതുപോലെ കരമൂട് കൃഷി ചെയ്യുന്നതിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷികളൊക്കെ നന്നായി കൊണ്ടുപോകുന്നതിന് സഹകരിക്കുന്ന പാരൻസിനോടും ഇപ്പോൾ തന്നെ എല്ലാവരോടും MLA അതുപോലെ കൃഷി ഓഫീസർ പഞ്ചായത്ത് എല്ലാവരോടും നമ്മുടെ സ്നേഹവും കടപ്പാടും ഈ അവസരത്തിൽ പറഞ്ഞു. ചിരിച്ചിക്കണ കൊടുത്തു. എത്ര ഗ്യാപ്പ് വേണം അല്ലേ? ഇവിടെ അവിടെ വെച്ചോ. അവിടെ എത്ര ഗ്യാപ്പ് ഇത്രയും വേണോ ഗ്യാപ്പ്?